അതായത് നമ്മളുടെ കയ്യിലുള്ള സെബാസ്റ്റ്യന്റെ ചിത്രം കാണിച്ചാണ് അവരെ കൊണ്ട് ഈ ആള് അറിയാമെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഈ മേരി എന്ന് പറഞ്ഞ സ്ത്രീ ഇയാളെ ഐഡന്റിഫൈ ചെയ്തു. അവര് പറഞ്ഞു ഇത് ഇവിടെ വരാറുള്ള ആളായിരുന്നു, പിന്നീട് ഇപ്പൊ വരാറില്ല, വർഷങ്ങൾക്ക് മുമ്പാണ് വരാറുണ്ടായിരുന്നത്. അതേസമയം ഈ ഏലിയാമ്മ ഉണ്ടായിരുന്ന കാലയളവിൽ ഇയാൾ ഉണ്ടായിരുന്നു, അവിടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ മേരി നമ്മളോട് പങ്കുവച്ചു. അതിനുശേഷം നമ്മൾ കൂത്താട്ടുകുളത്തേക്ക് പോയി ഈ കാരമലയിലെ വീട്ടിലേക്ക് പോയി ബിനുവിനെ കണ്ടു. അപ്പോൾ ബിനു ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു. അമ്മ ഒരിക്കലും എല്ലാ ദിവസവും തിരിച്ചു വരുന്ന ആളാണ്, എവിടെ പോയാലും എന്ത് ആണെന്ന് പറഞ്ഞാലും വയ്യാത്ത മകൻ ഉള്ളത് കൊണ്ട് തന്നെ മകന്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, കിടപ്പുരോഗിയായ മകനാണ്, ചെയ്ത ശേഷമാണ് അമ്മ പോകുന്നത്. അതിനുശേഷം തിരിച്ചു വന്നും മകന്റെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതും എല്ലാം ഇവരാണ്. അപ്പോൾ അമ്മ എവിടെ പോയാലും തിരിച്ചു വരും. ഇത് ഇപ്പോൾ കരുതുന്നത് തങ്ങളുടെ അമ്മ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കൂത്താട്ടുകുളം പോലീസും ഒപ്പം തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചും അതായത് പള്ളിപ്പുറത്തെ കേസുകൾ വന്നതിന് ശേഷം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് 1 മാസം മുമ്പ് ഇവരുടെ വിവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ബിനു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനൊപ്പം അമ്മയെ കണ്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരം നമ്മളോട് പങ്കുവച്ചു. കാരണം ബസ് സ്റ്റാൻഡിൽ അമ്മയെ കാണാതാവുന്ന ദിവസവും ബിനു കണ്ടിട്ട്, ബിനുവും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തന്നെയാണ് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് അമ്മയെ ബസ് സ്റ്റാൻഡിൽ സെബാസ്റ്റ്യനൊപ്പം കണ്ടിട്ടുണ്ടെന്ന് അയാൾ സ്ഥിരീകരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സെബാസ്റ്റ്യന്റെ ചിത്രം കാണിച്ചപ്പോൾ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ട് എന്ന് ബിനു നമ്മളോട് പറഞ്ഞു. ഇയാളോടാണ് ഏലിയാമ്മയ്ക്ക് സംഭവിച്ചതെന്ന് അറിയണം. ശരണ്യ, ഇതുവരെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ 5 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഏറ്റുമാനൂരിലെ ജൈനമ്മ, അതോടൊപ്പം ബിന്ദു പത്മനാഭൻ, ആയിഷ, സിന്ധു എന്ന ബിന്ദു, ഏറ്റവും ഒടുവിലാണ് ഏലിയാമ്മ എന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ തിരോധാന കേസിൻ്റെ അന്വേഷണവും സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത്. പക്ഷേ നേരത്തെ ശരണ്യ ജൂലി എന്ന ഒരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ആ കേസിൽ ജൂലിയുടെ തിരോധാനത്തിൽ, അല്ലെങ്കിൽ ജൂലി എവിടെയാണ്, ആരാണ് ജൂലിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇക്കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഈ 5 പേരെ കൂടാതെ മറ്റു കൂടുതൽ പേരെ സെബാസ്റ്റ്യൻ ഇരകളാക്കിയിട്ടുണ്ടോ, വകവരുത്തിയിട്ടുണ്ടോ? അത്തരം കൂടുതൽ സംശയങ്ങൾ ക്രൈംബ്രാഞ്ചിനുണ്ടോ ശരണ്യ? ടോമൻ, നമുക്കറിയാം 17 വയസ്സ്, ഏറെക്കുറെ 17 വയസ്സുണ്ടായിരുന്ന സമയത്ത് സെബാസ്റ്റ്യന്റെ ബന്ധു തന്നെ നൽകിയൊരു മൊഴിയാണ്. അതായത് വീട്ടുകാരുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരു കേബിൾ, ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തെ തുടർന്ന് ബന്ധുവിന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത്, എലി വിഷം കലർത്തിയ ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ള മൊഴി ബന്ധു തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നമ്മൾ ഈ കാണുന്ന 2018 സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് അയാൾക്ക് പ്രമേഹമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കാലിൽ മുറിവുണ്ട്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഇതിനെയൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു സെബാസ്റ്റ്യനാണ്. പക്ഷേ ആരോഗ്യ ദൃഢഗാത്രനായ, അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള, ഈ ചെറുപ്പം തൊട്ടേ ഈ ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സെബാസ്റ്റ്യൻ ഉണ്ട്. അയാളുടെ ഒരു ഭൂതകാലം എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായും ഭയപ്പെടുത്തുന്നതാണ്. അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വളരെ ബുദ്ധിപൂർവ്വം സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിക്കുകയും അവരെ കൊല്ലുകയും ഓരോ കൊലപാതകത്തിന് ശേഷവും വീണ്ടും അയാൾ വളരെ കോൺഫിഡൻസോടുകൂടി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും അത്തരം അടുത്ത ആളെ അപ്രോച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്തൊക്കെ നമ്മൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു കേസ് കൂടിയുണ്ട്. അതായത് കുത്തിയതോട്, ഈ ജൈനമ്മ കൊലപാതകത്തിന് ശേഷം ഇയാൾ വളരെ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ കുത്തിയതോട് സ്വദേശിനിയായ ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഫോൺ പരിശോധനയിൽ നിന്നും ഇവരുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ അന്വേഷണ സംഘം അവരെ തേടി എത്തിയിരുന്നു. അവരെ തേടി എത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പോത്തു കച്ചവടക്കാരനായാണ് അവരുടെ മുന്നിൽ അവതരിച്ചത് എന്നുള്ളതാണ്. അതായത് ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, അവിടെ ആലപ്പുഴ കലവൂരിലെ, അവിടെ വെച്ചാണ് ഇയാളെ പരിചയപ്പെട്ടത് എന്നുള്ളതാണ്. ജൈനമ്മയുടെയും സോഴ്സ് അങ്ങനെയാണ്, ജൈനമ്മേനെയും അങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇയാൾ വളരെ ബുദ്ധിപൂർവ്വം കണ്ണിങ് ആയി ഓരോ സ്ത്രീകളെയും, പ്രശ്നങ്ങളുള്ള ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾ, പ്രശ്നബാധിത, നമുക്ക് പ്രാർത്ഥനാലയമൊക്കെ ആണല്ലോ, അവിടെയൊക്കെ നിരീക്ഷിച്ചിട്ടാണ് ഓരോ സ്ത്രീകളെയും അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ ഇയാൾ ദല്ലാളായിട്ടല്ല അവതരിച്ചത്, മറിച്ച് ഇയാൾ പറഞ്ഞത് പോത്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ്
ആ സ്ത്രീയെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ ഓരോ സമയവും ജൈനമ്മയുടെ ആ ഒരു കൊലപാതകം കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾ ഇപ്പോൾ ഇടവേളകൾ കുറഞ്ഞു, ഇതിനിടയിൽ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സെബാസ്റ്റ്യൻ്റെ ഒരു യൗവന കാലഘട്ടങ്ങളിൽ സെബാസ്റ്റ്യൻ എന്തായിരുന്നു എന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയിരിക്കുന്നു. പക്ഷേ അയാളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അന്വേഷണ സംഘം ഏറെക്കുറെ ജൈനമ്മയുടെ കേസിൽ കുറെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്തായാലും പിടിയിലായ അവസ്ഥയിലായിട്ടുണ്ട്. ഒരു പക്ഷേ ജൈനമ്മ കേസിനകത്ത് സെബാസ്റ്റ്യൻ കുടുങ്ങി എന്ന് തന്നെ പറയാം. പക്ഷേ ബിന്ദു പത്മനാഭൻ കേസിൽ പോലും ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ആ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ കേസിലേക്ക് കസ്റ്റഡിയിലേക്ക് വരുമ്പോൾ മറ്റ് അന്വേഷണ സംഘം, കാരണം ആലപ്പുഴയിലെ ടീമൊക്കെ ഇതിനെല്ലാം എല്ലാ കേസുകളെയും കോർഡിനേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആലപ്പുഴയിലെ ടീം ഇപ്പോൾ ഈ കൂത്താട്ടുകുളത്തെ അന്വേഷണ സംഘത്തെ ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ അടക്കമുള്ള ആളുകൾ, പിന്നെ SP ഷൗക്കത്ത് അലി, ക്രൈംബ്രാഞ്ചിന്റെ, അവരൊക്കെ ഒരു നല്ല ടീം തന്നെ വളരെ ഹോംവർക്ക് ചെയ്തു തന്നെയാണ് ഈ കേസുകളെല്ലാം കണക്ട് ചെയ്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായ പല ഈ ഏലിയാമ്മയുടെ കൂത്താട്ടുകുളം സ്വദേശിനി ഏലിയാമ്മയുടെ തിരോധാനം സംഭവിച്ചത് 7 വർഷം മുൻപാണ്. അന്ന് ഈ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ വിശദമായി അന്വേഷണം നടത്തി യാതൊരു തുമ്പും ലഭിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു? അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ പേരോ മറ്റു വിവരങ്ങളോ അന്ന് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അയൽവാസികൾ അന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതാണോ? ഏതൊക്കെ രീതിയിലുള്ള സംശയങ്ങളായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ? എന്തായിരുന്നു അന്ന് വ്യക്തമായ വിവരം? നമ്മൾ കൂത്താട്ടുകുളത്തെ അന്വേഷണ സംഘവുമായി സംസാരിച്ചിരുന്നു. ആദ്യം കൂത്താട്ടുകുളം പോലീസും പിന്നീട് ആലുവ ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ കേസ് റീഓപ്പൺ ചെയ്തു എന്നുള്ളത് കൂത്താട്ടുകുളത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇവർ ഈ കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ടെന്നല്ല, അതിൻ്റെ പ്രോസസ്സിംഗ് തുടങ്ങി അവർ ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ നേരത്തെ കണ്ട ബേബി മത്തായിയുടെ ഒക്കെ മൊഴി അവർ രേഖപ്പെടുത്തുന്നത്. ഷാപ്പ് ജീവനക്കാരനാണ് ബേബി മത്തായി. ഈ ഏലിയാമ്മയുടെ വീട്, ഈ ബേബി മത്തായിയുടെ വീട് കടന്നു വേണം പോകാൻ. അവിടെ താഴെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ വീട്. അതിൻ്റെ താഴെ തന്നെയാണ് ഈ ബേബി മത്തായിയുടെ ഷോപ്പ് ഉള്ളത്. ഷാപ്പിലെ ജീവനക്കാരനാണ്. അപ്പോൾ മദ്യപിച്ചെത്തുന്ന ഏലിയാമ്മ പലപ്പോഴും അവിടെ കയറാറുണ്ട്. അവിടെ കയറി കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ സംസാരിക്കുന്ന കാലയളവിലാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ള പേര് ഇവർ വ്യക്തമാക്കിയുള്ളത്. അതായത് ഒരു ദിവസം നല്ല ഫിറ്റായി വരുന്ന ആ ദിവസങ്ങൾ, കാണാതാകുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിലാണ്. ആ സമയങ്ങളിൽ ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടനുമായാണ് മദ്യപിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിർണായകമായ മൊഴിയാണ് ബേബി മത്തായി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ മകൻ നൽകിയിട്ടുള്ള കാര്യങ്ങളും വളരെ നിർണായകമാണ്. അപ്പം ബേബി മത്തായിയുടെ മൊഴി ഈ പുതുതായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിറ്റുവേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. അതായത് സമാനമായ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകളാണ് മിസ്സായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ അന്വേഷണമോ കാര്യങ്ങളൊന്നും, ഇതൊക്കെ സാധാരണ ഇപ്പോൾ ബിന്ദു പത്മനാഭൻ ഒഴിച്ച് ബാക്കി എല്ലാം സാധാരണ കുടുംബങ്ങൾ, ബന്ധുക്കളുമായി അകൽച്ചയുള്ളവർ, വീട്ടുകാരുമായി അകൽച്ചയുള്ളവർ, ഭർത്താക്കന്മാരുമായി അകൽച്ചയുള്ളവർ, ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇവർക്കൊക്കെ വേണ്ടി വലിയ ശബ്ദം ഉയർത്താനോ വലിയ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഒരു വലിയ സംവിധാനമൊന്നും പുറകെ ഇല്ലാത്ത സ്ത്രീകളാണ് ഈ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസുകൾക്കൊപ്പം മറ്റ് കേസുകൾക്കൊപ്പം തന്നെ കോട്ടയം പോലീസും കോട്ടയം ക്രൈംബ്രാഞ്ചും, ജൈനമ്മ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കൂത്താട്ടുകുളം പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ DNA പരിശോധനാ ഫലമാണ് ഒരു പ്രധാന ഘടകം. ആ ബോൺസിന്റെ പരിശോധനാ ഫലമാണ്. അത് പ്രോസസ്സിങ്, അത് സമയമെടുക്കുന്നതാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഇനി ഈ കിട്ടിയ ബോണുകൾ അതിനകത്ത് ഈ പറഞ്ഞ ആളുകളുടെ ആരുടെയെങ്കിലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പല ആളുകളുടേതാണെങ്കിലാണ് ഇത് ഏറ്റവും കൺഫ്യൂസിങ് ആവാൻ പോകുന്നത്. കാരണം മൃതദേഹം നശിപ്പിച്ച ശേഷം എല്ലുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള തോന്നലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അത് ജൈനമ്മയുടേത് എത്രമാത്രം ജൈനമ്മയുടേതാണ് എന്നുള്ള ഒരു കൺഫർമേഷനിലൊന്നും എത്തിയിട്ടില്ല. ബ്ലഡ് സ്റ്റെയിൻസ് മാത്രമാണ് ജൈനമ്മയുടേത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഇതെല്ലാം ഈ സ്ത്രീകളെല്ലാം കണക്ട് ചെയ്യപ്പെട്ട സ്ത്രീകൾ. ബിന്ദു ഒക്കെ 302 ഇട്ട് കഴിഞ്ഞു, ആ കൊലപാതക കുറ്റം ചുമത്തി കഴിഞ്ഞു, ബിന്ദുവിനെയൊക്കെ കൊന്നു എന്ന് തന്നെയാണ്. ആയിഷയുടെ കേസും അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പക്ഷേ അതിൽ തന്നെ വളരെ നിർണായകമായി വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു കേസാണ് ഇപ്പോൾ കൂത്താട്ടുകുളത്ത് പുതുതായി വന്നിരിക്കുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന്
ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.